ഐറിഷ് മല്ലു ഡയറീസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രവാസികളുടെ സങ്കടങ്ങളിൽ ഒന്നാണ് നമ്മുടെ പ്രായമായ മാതാപിതാക്കൾ തനിച്ച് നാട്ടിലായിരിക്കുക എന്നുള്ളത്, അല്ലേ? ഞങ്ങളുടെ വീട്ടിലും 2 വീട്ടിലും മമ്മിമാർ മാത്രമേ ഉള്ളൂ. ഇച്ചാൻ്റെ വീട്ടിൽ മമ്മിയാണെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, നല്ല ഏജ്ഡാണ്. എൻ്റെ വീട്ടിൽ മമ്മി ഇപ്പോൾ 2 പ്രാവശ്യം വിസിറ്റ് വിസയിൽ ഇവിടെ വന്നു, 3 മാസം കഴിഞ്ഞ് തിരിച്ചു പോയി. ഇവിടെ അയർലൻഡിൻ്റെ ഡ്രോബാക്കുകളിൽ ഒന്നാണ് നമ്മുടെ വിസിറ്റിംഗ് വിസ 3 മാസമേ ഉള്ളൂ. എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വിസിറ്റിംഗ് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതും ഒരു ജസ്റ്റ് ട്രൈ മാത്രമാണ്, അത് പലപ്പോഴും അപ്രൂവ് ആവണമെന്നുമില്ല. അപ്പോൾ മമ്മിയുടെ 2 പ്രാവശ്യം വന്ന് തിരിച്ചു പോയപ്പോൾ മുതലുള്ള ആഗ്രഹമാണ് മമ്മിയുടെ നമ്മുടെ കൂടെ പെർമനൻ്റ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ വീടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മിയുടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കംപ്ലീറ്റ് ആവുമായിരുന്നു എന്നൊരു ഫീലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ എങ്ങനെ മമ്മിയെ നമ്മുടെ കൂടെ പെർമനൻ്റ് ആയിട്ട് നിർത്താൻ പറ്റും എന്നുള്ള ഓപ്ഷനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് സ്റ്റാമ്പ് സീറോ വിസ എന്നൊരു ഓപ്ഷൻ ഉണ്ട് എന്നറിഞ്ഞത്. അങ്ങനെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. മമ്മിക്ക് സ്റ്റാമ്പ് സീറോയ്ക്ക് വേണ്ടിയിട്ടുള്ള പെർമിഷൻ കിട്ടി. ഡി വിസയിൽ മമ്മി ഇവിടെ വന്നു. സ്റ്റാമ്പ് സീറോയുടെ GNAB കാർഡ് കഴിഞ്ഞ ആഴ്ച കിട്ടി. സ്റ്റാമ്പ് സീറോയുടെ ആപ്ലിക്കൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പേരൻസ് ആണ്, നമ്മൾ അവരുടെ സ്പോൺസേഴ്സ് ആണ്. എല്ലാവർക്കും സംശയവും അതുപോലെ തന്നെ കിട്ടുമോ എന്നുള്ള പേടിയുള്ളതുമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ എലിജിബിലിറ്റി ആണ്. ഒരു പേരൻറ്റിനെ കൊണ്ടുവരുന്നതിന് 60,000-ഉം 2 പേരൻ്റ് ഉണ്ടെങ്കിൽ 75,000-ഉമാണ് നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കാണിക്കേണ്ടത്, ഇയർലി ആയിട്ടുള്ളത് കാണിക്കേണ്ടത്. അത് ആഫ്റ്റർ ടാക്സ് ആൻഡ് ഡിഡക്ഷനാണ് അവർ പറയുന്നത്. ഒരാൾ തന്നെ അത് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ക്രൈറ്റീരിയ. സ്പോൺസർ ആരാണോ ആ സ്പോൺസറും സ്പോൺസർ ഹൗസ് 2 പേരുടെയും കൂടെ ആയിട്ടാണ് നമ്മൾ ജോയിൻ്റ് ആയിട്ടാണ് നമ്മുടെ പേരൻറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. വേറെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മക്കൾ ഇപ്പം 1-2 പേര് ഇവിടെ അയർലൻഡിലുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും നമുക്ക് ഇൻകം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പേരൻസിനെ കൊണ്ടുവരാൻ പറ്റും. ഈ ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്യും. സ്റ്റാമ്പ് സീറോയുടെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ 3 സ്റ്റെപ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലൈ ഫോർ പെർമിഷൻ, അതായത് അവരെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പെർമിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നു. നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും ഒക്കെ അസസ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നതാണ് പെർമിഷൻ ലെറ്റർ. ആ പെർമിഷൻ ലെറ്റർ കിട്ടിയതിന് ശേഷം 2ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അവരെ കൊണ്ടുവരാനായിട്ട് ഡി വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു. നമ്മൾ സാധാരണ വിസിറ്റിംഗ് വിസ എന്ന് പറയുന്നത് C വിസയാണ്, പക്ഷേ സ്റ്റാമ്പ് സീറോയ്ക്ക് അവരെ കൊണ്ടുവരുന്ന വിസ എന്ന് പറഞ്ഞാൽ D വിസയാണ്. അതായത് ഡിപ്പെൻഡൻറ്റ് വിസയിലാണ് നമ്മൾ നമ്മുടെ പേരൻസിനെ കൊണ്ടുവരുന്നത്. 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് D വിസയിൽ അവരിവിടെ വന്നതിന് ശേഷം നമ്മൾ സ്റ്റാമ്പ് സീറോയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നു. നമ്മൾ GNABയിൽ രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റാമ്പ് സീറോ കാർഡ് കിട്ടുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TPER ഫോം. TPER ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി പെർമിഷൻ ടു റിമെയിൻ സ്റ്റാമ്പ് സീറോ എന്നാണ് ആ ഫോമിൻ്റെ പേര്. ഈ ഫോം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എൽഡർലി ഡിപ്പെൻഡൻറ്റ് വിസ അയർലൻഡ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അത് സെർച്ച് ചെയ്യുമ്പോൾ www.irishImmigration.in വെബ്സൈറ്റിൽ ഡയറക്റ്റ് എൽഡർലി ഡിപ്പെൻഡൻറ്റ് വിസയുടെ പേജിൽ നമ്മൾ ചെല്ലും. അതിനകത്ത് നോക്കുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് റെക്കോർഡ് ഡോക്യുമെൻറ്റ്സ്, എന്തൊക്കെയാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്, ക്രൈറ്റീരിയസ് എന്തൊക്കെയാണ്, അതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. പിന്നെ 3 സ്റ്റെപ്പായിട്ടുണ്ട്. അതിനകത്ത് സ്റ്റെപ്പ് 1 ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്താണ് നമ്മുടെ ഈ TPER ഫോം കാണുന്നത്. അത് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് നമ്മൾ പ്രിൻ്റ് എടുക്കുക. ഈ ഫോം നമുക്ക് വായിച്ച് നോക്കി തന്നെ ഫിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് നമ്പർ 2 അതെൻ്റെ ഡേറ്റ പ്രൈവസി പോളിസി എന്ന് പറഞ്ഞൊരു ഫോമാണ്. അത് നമ്മൾ ചിലപ്പം വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അതിനകത്ത് നെയിം, സിഗ്നേച്ചർ, ഡേറ്റ് ഉണ്ട്. അത് ആപ്ലിക്കൻ്റ് ആരാണോ നമ്മുടെ പേരൻറ്റ് അവരുടെ നെയിം, സൈനാണ് അവിടെ വേണ്ടുന്നത്. അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് വായിച്ച് നോക്കി തന്നെ സ്വന്തമായിട്ട് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് ബൈ പോസ്റ്റ് വഴി നമ്മൾ ഡബ്ലിനിലെ ഓഫീസിലോട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. വിസ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേരൻറ്റ് ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ പേരൻറ്റ് ഇവിടെ അയർലൻഡിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. അവരിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ അവർ റിജക്റ്റ് ചെയ്യും. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മി ഇവിടെ കഴിഞ്ഞ വർഷം ഡിസംബറിൽ വിസിറ്റിംഗ് വിസയിൽ വന്നിരുന്നു. അപ്പോൾ ഈ ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്തതിന് ശേഷം മമ്മിയുടെ സൈൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മമ്മി പോയി കഴിഞ്ഞതിന് ശേഷം ഞാനത് പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്, ഫില്ല് ചെയ്ത് പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ പേരൻസ് ഇപ്പം നാട്ടിൽ അവർക്ക് ഈ ഫോം ഫില്ല് ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നാട്ടിൽ നിന്ന് തന്നെ ഇത് ഫില്ല് ചെയ്ത് സൈനിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ വെച്ചിട്ട് ബൈ പോസ്റ്റ് വഴി ഡബ്ലിലോട്ട് അയക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സൈൻ നമ്മൾ എങ്ങനെയും കിട്ടിയിട്ട് നാട്ടിൽ നിന്ന് എങ്ങനെ പോയി ബൈ പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നവരുടെ കയ്യിലോ എങ്ങനെ അവരുടെ സൈൻ ആ ഫോമിൽ കളക്ട് ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് പോസ്റ്റ് ചെയ്താലും മതി. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണ്ടതെന്ന് നോക്കാം. അതിനകത്ത് ആദ്യം ആപ്ലിക്കൻസിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, പിന്നെ സ്പോൺസേഴ്സിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്.
ആപ്ലിക്കൻറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സിൽ അവരുടെ പാസ്പോർട്ടിൻ്റെ എല്ലാ പേജസിൻ്റെയും കോപ്പി വേണം. അത് വളരെ ക്ലിയർ ആയിരിക്കണം, ലെജിബിൾ ആയിരിക്കണം. രണ്ടാമത് ആപ്ലിക്കൻറ്റിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. മൂന്നാമത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് 6 മാസത്തെയാണ് ചോദിക്കുന്നത്, പക്ഷേ 1 വർഷം വരെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഞാൻ ഒരു വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ മമ്മിയുടെ പേരിലുള്ള പ്രോപ്പർട്ടിയുടെ ആധാരത്തിൻ്റെ കോപ്പിയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പോൺസറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതിനുള്ള എവിഡൻസ് ആണ്. അത് ഞങ്ങൾ രണ്ടുപേരുടെയും പാസ്പോർട്ടിൻ്റെ ബയോമെട്രിക് പേജാണ് വെച്ചത്. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ക്ലിയറൻസ് വേണം, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. ഇത് രണ്ടും 6 മാസത്തെ വാലിഡിറ്റി ഉള്ള പോലീസ് ക്ലിയറൻസും മെഡിക്കൽ സർട്ടിഫിക്കറ്റുമാണ് നമ്മൾ വെക്കേണ്ടത്. അതുകൂടാതെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറെ ആരെങ്കിലും എത്ര മക്കളുണ്ട് ഇവിടെ അയർലൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് വെക്കണം. അപ്പം നമ്മൾ സ്പോൺസേഴ്സിൻ്റെ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയി റെഫറൻസ് ഫോം വേണം. അത് നമ്മൾ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ നിന്നും 6 മാസം വാലിഡിറ്റി ഉള്ള റെഫറൻസ് ലെറ്ററാണ് നമ്മൾ വെക്കേണ്ടത്. പിന്നെ നമ്മൾ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാലറി സ്ലിപ്പ് വേണം. അതും 6 മാസത്തെ സാലറി സ്ലിപ്പാണ് വേണ്ടത്. 2 പേരുടെ സാലറി സ്ലിപ്പ് വെക്കണം. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം. അതും 6 മാസത്തെ 2 പേരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെക്കണം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്, അതായത് നമ്മളിപ്പോൾ അവരെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ എവിടെയാണ് നമ്മൾ താമസിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് വേണം. നമ്മൾ സ്വന്തമായിട്ട് വീട് വാങ്ങിച്ചവരാണെങ്കിൽ നമുക്ക് ആനുവൽ മോർട്ട്ഗേജ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷവും അവസാനം നമുക്ക് ബാങ്കിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരും. അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ എവിഡൻസ് ആയിട്ട് വെച്ചത്. അതുകൂടാതെ LPT നമ്മൾ റവന്യൂവിൽ ബിൽഡിംഗ് ടാക്സ് പേ ചെയ്യുമല്ലോ, അതും വെച്ചിരുന്നു. അങ്ങനെയാണ് ഞാൻ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് വെച്ചത്. ഇപ്പോൾ നമ്മൾ റെൻറ്റഡ് ഹൗസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാൻഡ് ലോഡിൽ നിന്ന് ഒരു റെഫറൻസ് ലെറ്റർ വാങ്ങിച്ചു വെച്ചാൽ മതിയാവും. പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും വാലിഡ് ആയിട്ടുള്ള GNB കാർഡ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 3 വർഷത്തെ എംപ്ലോയി ഡീറ്റെയിൽസ് സമ്മറി വേണം. അത് അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ വാർഷിക വരുമാനം നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് മസ്റ്റായിട്ട് നമ്മൾ ആ 3 വർഷത്തത് വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ്. അതുകൂടാതെ നമുക്ക് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കൂടെ വെക്കാൻ പറ്റും. ഞാൻ അഡീഷണൽ ആയിട്ട് എന്താ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കവറിംഗ് ലെറ്റർ വെച്ചു. ആ കവറിംഗ് ലെറ്ററിൽ മമ്മി തന്നെയാണ് നാട്ടിൽ, പപ്പ മരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട് ഞാൻ പപ്പയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വെച്ചു. പിന്നെ ആ കവർ ലെറ്ററിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ എൻ്റെ കുഞ്ഞുങ്ങൾ ഇത്ര ഏജ് ഉണ്ട്, അവർ മമ്മി മിസ് ചെയ്യുന്നുണ്ട്, എൻ്റെ മമ്മി ഇവിടെ വന്ന് നിൽക്കാൻ താല്പര്യമുണ്ട്, മമ്മി 2 വർഷം നിന്നാണ്, ക്ലൈമറ്റ് ഒക്കെ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ ഞാനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു കവറിംഗ് ലെറ്റർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട്, അവരുടെ പാസ്പോർട്ട്, അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇതിനകത്തും പേരുകൾ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ല ചെറിയൊരു പോയിന്റ് ഉണ്ടെങ്കിൽ പോലും അത് റിജക്റ്റ് ആവും. റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ക്ലാരിഫിക്കേഷൻ പിന്നെ വെക്കാൻ പറ്റുമെങ്കിൽ പോലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലേ ആയി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഇപ്പം എൻ്റെ പാസ്പോർട്ടിനകത്ത് മമ്മിയുടെ പേരിൻ്റെ സ്പെല്ലിംഗ് വ്യത്യാസം ഉണ്ടായിരുന്നു, മമ്മിയുടെ പാസ്പോർട്ടിൽ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്, സർനെയിം, അങ്ങനെ പപ്പായുടെ പേര്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് അതിനെല്ലാത്തിനും അഫിഡവിറ്റ് ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള പേർപ്പസ് കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എൻ്റെ അപ്രൂവ് ആയി. അതുകൊണ്ട് നിങ്ങളും അതെല്ലാം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഈ പേരൻസിൻ്റെ ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ സ്പെല്ലിങ്, സർനെയിം, അങ്ങനെയുള്ള അഡ്രസ്സിനകത്ത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം നിങ്ങളെല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് ചെക്ക് ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെയും അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിനുള്ള ക്ലിയർ ആയിട്ടുള്ള അഫിഡവിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവർ അപ്രൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ TPER ഫോമും അതിൻ്റെ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സും എല്ലാം കൂടെ അറ്റാച്ച് ചെയ്ത് പോസ്റ്റ് വഴി ഡബ്ലിൻ ഓഫീസിലോട്ട് അയച്ചു കൊടുത്തു. അതിനുശേഷം 4 മാസത്തെ കാലാവധിയാണ് ഇവർ പറയുന്നത് ഇതിനെല്ലാം പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പോലീസ് ക്ലിയറൻസും മമ്മിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഈ ഫോം അവർക്ക് റിസീവ് ആയെന്ന് പറഞ്ഞൊരു കൺഫർമേഷൻ ലെറ്ററും ബൈ പോസ്റ്റ് വഴി എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ലെറ്റർ ഓഫ് ഓഫറും അതുപോലെ തന്നെ സ്റ്റാമ്പ് 0 എഗ്രിമെൻറ്റ് ഫോമും, അങ്ങനെ 2 ഫോം എനിക്ക് പോസ്റ്റിൽ വന്നു. അതിനകത്ത് ലെറ്റർ ഓഫ് ഓഫർ എന്ന് പറഞ്ഞ ആ ഫോമാണ് നമ്മൾ നാട്ടിലോട്ട് അയച്ചു കൊടുത്തിട്ട് നമ്മൾ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടത്. രണ്ടാമത്തെ ഫോം, അതായത് സ്റ്റാമ്പ് 0 എഗ്രിമെൻറ്റ് ഫോം, നമുക്ക് സ്റ്റെപ്പ് 3ലാണ് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ 2 ഫോമും സൂക്ഷിച്ച് വെക്കുക, നമുക്കത് ആവശ്യമുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വിസിറ്റിംഗ് വിസയ്ക്കല്ല അപ്ലൈ ചെയ്യുന്നത്, ഡിപ്പെൻഡൻറ്റ് വിസയ്ക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് D വിസയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ സെയിം ഡോക്യുമെൻറ്റ്സ് ഒക്കെ തന്നെയാണ് നമ്മുടെ
വിസയ്ക്കും വേണ്ടിയിട്ടുള്ളത്. പിന്നെ എക്സ്ട്രാ ഡോക്യുമെൻ്റ് എന്താണ് ഞാൻ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്രദർ നാട്ടിൽ സൗദിയിലാണ്. അപ്പോൾ അവന് എതിർപ്പില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് മമ്മി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് എതിർപ്പില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കൺസെൻറ്റ് ഫോം വേണമായിരുന്നു. അത് മാത്രം ഞാൻ എക്സ്ട്രാ വെച്ചോളൂ. ബാക്കിയെല്ലാം നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡി വിസ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടുന്നത്. പിന്നെ നമ്മൾ സാധാരണ വിസിറ്റ് വിസേനേക്കാളും കുറച്ചും കൂടെ പ്രോസസ്സിങ് ടൈം ഇതിന് വേണ്ടി വരും. ഒരു 2 മാസമൊക്കെ എടുത്തായിരുന്നു അത് കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഞങ്ങൾക്ക് മാത്രമല്ല കുറേ പേർക്ക് ആ സെയിം ഒരു ടൈം പീരീഡാണ് ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം എടുത്തത്. അതുകൊണ്ട് തന്നെ അത് കിട്ടിയതിന് ശേഷം നിങ്ങൾ നാട്ടിൽ നിന്നുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ സാധാരണ വിസിറ്റ് വിസയിൽ വരുമ്പോൾ നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുക്കാറുണ്ട്. പിന്നെ ട്രാവൽ ഇൻഷുറൻസും ഒക്കെ എടുക്കാറുണ്ട്. ട്രാവൽ ഇൻഷുറൻസ് എടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ റിട്ടേൺ ടിക്കറ്റ് ഇതിന് മസ്റ്റായിട്ട് വേണമെന്നില്ല. കാരണം നമ്മളിവിടെ ഡി വിസയിൽ വരുന്നത് കൊണ്ട് തന്നെ അവർക്കറിയാം നമ്മളിവിടെ നിൽക്കാനാണ് വരുന്നതെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ റിട്ടേൺ ടിക്കറ്റ് എടുക്കണമെന്നില്ല. കംപ്ലീഷൻ ഓഫ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ആൻഡ് രജിസ്റ്റർ ആണ്. അത് നമ്മുടെ പേരൻ്റ് ഡി വിസയിലൂടെ വന്നതിന് ശേഷമാണ് നമ്മൾ സ്റ്റെപ്പ് 3 കിടക്കുന്നത്. നമ്മുടെ ഈ ഡി വിസയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ 3 മാസമാണ് അവർ നമുക്ക് വിസയ്ക്കകത്ത് തരുന്നത്. ആ 3 മാസത്തിനുള്ളിൽ നമ്മൾ GNABിൽ രജിസ്റ്റർ ചെയ്തിട്ട് സ്റ്റാമ്പ് 0 വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. സ്റ്റാമ്പ് 0 വിസ അല്ല, സ്റ്റാമ്പ് 0 കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ 3ാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് വേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയ നമ്മുടെ എഗ്രിമെൻറ്റ് ഫോമില്ലേ, ആ ഫോം ഈ സ്റ്റെപ്പിലാണ് നമുക്ക് ആവശ്യം. ആ ഫോം നമ്മൾ സൈൻ ചെയ്യുക. അതിനകത്ത് ആപ്ലിക്കൻ്റെ സൈൻ വേണം, സ്പോൺസേഴ്സിൻ്റെ സൈൻ വേണം. അതിനകത്ത് വിത്ത് നെയിമായിട്ടാണ് വരുന്നത്. അതിനകത്ത് ഇച്ചാൻ്റെ പേരും എൻ്റെ പേരും പ്രിൻ്റഡ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അത് രണ്ടും ഞങ്ങൾ സൈൻ ചെയ്തു. മമ്മിയുടെ സൈൻ വാങ്ങിച്ചു. ആ ഫോമും മമ്മിയുടെ പാസ്പോർട്ട്, അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. ഈ സ്റ്റെപ്പിലാണ് നമുക്ക് ഇൻഷുറൻസിൻ്റെ ആവശ്യം. അവരാദ്യമേ നമ്മൾ ക്രൈറ്റീരിയ ഒക്കെ വായിക്കുമ്പോൾ അതിനകത്ത് ഇൻഷുറൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തൊന്നും നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ല. ഇവിടെ വന്നതിന് ശേഷം, നമ്മുടെ പേരൻ്റ് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഈ സ്റ്റാമ്പ് 0 കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ മാത്രം നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് മതി. അന്നേരം മാത്രമല്ല, അത് കഴിഞ്ഞ് അവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് വേണം. അന്നേരം നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്താൽ മതിയാകും. അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള പ്ലാൻസ് ഒന്നും അപ്രൂവ്ഡ് അല്ല. പ്രൈവറ്റ് ഹോസ്പിറ്റൽസും എല്ലാം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇൻഷുറൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഒരു PHID ഒക്കെ ആണെങ്കിൽ 60 എബോവ് പിന്നെ ആയിട്ടുള്ള പ്ലാൻസ് എടുക്കേണ്ടി വരും. അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ നിങ്ങളോട് ഏതൊക്കെ ലിസ്റ്റാണ് അപ്രൂവ് ആയിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഐറിഷ് ലൈഫിൻ്റെയാണ് ഞാൻ എടുത്തത്. ഐറിഷ് ലൈഫിൻ്റെ അപ്രൂവബിൾ ആയിട്ടുള്ള പ്ലാൻസ് ഇതൊക്കെയാണ്. ഞാൻ ആദ്യം ബേസിക് പ്ലാനാണ് എടുത്തത്. അപ്പോൾ അത് അവരെനിക്ക് ക്വയറി മെയിൽ അയച്ചായിരുന്നു, ഇത് പറ്റത്തില്ല, അപ്ഡേറ്റ് ചെയ്ത് ഉടനെ തന്നെ അയച്ചു തരണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് വേണം അയക്കാൻ. അതുകൂടാതെ റിട്ടേൺ പോസ്റ്റ് കിട്ടാനുള്ള ഒരു രജിസ്റ്റേർഡ് പോസ്റ്റൽ കവറും കൂടെ അതിൻ്റെ കൂടെ വെക്കുന്നത് നല്ലതായിരിക്കും. അത് നമുക്ക് അതെങ്ങും മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ ഞാനത് വായിച്ചു വന്നപ്പോൾ അതിനകത്ത് നമ്മുടെ റിട്ടേൺ പോസ്റ്റ് ഏതാണ് വേണ്ടുന്നതെന്നുള്ളതിൻ്റെ ഒരു എവിഡൻസോ അങ്ങനെ എന്തോ ഒരു ക്ലോസ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ടാണ് ഞാനൊരു റിട്ടേൺ പോസ്റ്റിൻ്റെ രജിസ്റ്റേർഡ് കവർ എൻ്റെ കൂടെ വെച്ചത്. മമ്മിയുടെ പാസ്പോർട്ട് വന്നപ്പോൾ ആ സെയിം കവറിലാണ് എനിക്ക് റിട്ടേൺ കിട്ടിയത്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രജിസ്റ്റേർഡ് പോസ്റ്റൽ കവറോടെ വെക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ നമ്മൾ അയച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ മമ്മിയുടെ പാസ്പോർട്ട് റിട്ടേൺ തിരിച്ചു വന്നു. അതിനകത്ത് സ്റ്റാമ്പ് 0 സ്റ്റാമ്പ് സീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു 3 മാസത്തിനുള്ളിൽ നമ്മുടെ ലോക്കൽ GNABിൽ രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ GNABിൽ അപ്പോയിൻമെൻറ്റ് എടുത്തു. ഞാനും മമ്മിയും പോയിട്ട് ബയോമെട്രിക്സ് എടുത്തു. ബയോമെട്രിക്സ് എൻ്റെ അല്ല, മമ്മിയുടെ ബയോമെട്രിക്സ്. പിന്നെ 300 യൂറോ പേ ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മമ്മിയുടെ പേരിൽ സ്റ്റാമ്പ് 0 കാർഡ് ബൈ പോസ്റ്റ് വന്നു. അതിൻ്റെ വാലിഡിറ്റി 1 വർഷത്തെ വാലിഡിറ്റിയാണ്. നമ്മുടെ പാസ്പോർട്ടിൽ എന്നാണോ സ്റ്റാമ്പ് 0 സീൽ ചെയ്തത് അന്നത്തെ ഡേറ്റ് വെച്ചിട്ടാണ് 1 വർഷം കൗണ്ട് ചെയ്തിരിക്കുന്നത്. 1 വർഷം വരെ മമ്മിക്ക് ഇവിടെ നിൽക്കാം. അത് കഴിഞ്ഞ് മമ്മിക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റാമ്പ് 0 വിസ റിന്യൂ ചെയ്യണം. അതിന് റിന്യൂ ചെയ്യാൻ വേറെ പ്രോസസ്സിംഗ് ആണ്. അതിനെപ്പറ്റി എനിക്കറിയില്ല. ഞാനത് റിന്യൂ ചെയ്യുമ്പോൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചായിരുന്നു ഈ ഒരു പ്രോസസ്സിങ്ങിന് സമയത്ത്. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും കുറേയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.